ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കൊരു ഗിഫ്റ്റ് നെതർലാൻഡ്സിൽ നിന്ന് കിട്ടുമെന്ന്. എൻ്റെ വൺ ഓഫ് ദി ക്ലോസ് ഫ്രണ്ട്സ് സാഹിൽ കാർക്ക്, അവനിപ്പോൾ നെതർലാൻഡ്സിലാണ്, സെം എക്സ്ചേഞ്ചിന് പോയിക്കാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നില്ല, എനിക്ക് വയ്യായിരുന്നു. അത് കൂടാതെ എനിക്ക് ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് ഒരു അപ്ഗ്രഡേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, സോ പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ട് ഒന്ന് പോസിറ്റീവായിട്ടുള്ളൊരിതാണ്. ഒന്ന് ഒബ്വിയസ്ലി ഒരു ഹോസ്പിറ്റൽ എമർജൻസിയാണ്. അപ്പോൾ അവൻ എനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു. ആൻഡ് അവൻ്റെ പേരൻസിനോടാണ് താങ്ക്സ്, ബിക്കോസ് അങ്കിളും ആൻറ്റിയാണ് ഇത് കോളേജിലോട്ട് സെൻഡ് ചെയ്തത്. ആൻഡ് എനിക്കാണെങ്കിൽ ഹിന്ദി അടിപൊളിയായിട്ട് അറിയുന്നത് കൊണ്ട് കൊറിയർ ആൾക്കാർ വിളിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്നുണ്ടായില്ല. അങ്ങനെ ഇത് കുറേ പ്രാവശ്യം തിരിച്ച് സെൻഡായിട്ടും അവൻ ക്ഷമയോടുകൂടി, അതായത് ഭയങ്കര പേഷ്യൻസാണ് അവൻ ക്ഷമയോട് കൂടി ഇതെല്ലാം നെതർലാൻഡ്സിൽ നിന്ന് ഹാൻഡിൽ ചെയ്ത് എനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു. ആൻഡ് ഐ ഹാവ് ടു സേ, അതായത് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയാം, എനിക്ക് കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ വേണം. അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ എനിക്ക് വേണം. അതെന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേക്കൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടാണ് ഗിഫ്റ്റ് തരാറുള്ളത്. എനിക്ക് എന്താ വേണ്ടേ പറയൂ, ഇങ്ങോട്ട് പറയൂ, അല്ലെങ്കിൽ വിഷ് ലിസ്റ്റ് കാണിച്ച് താ, അങ്ങനെ പറയും. ഞാൻ തന്നെയാണ് ചൂസ് ചെയ്ത് എൻ്റെ ഗിഫ്റ്റ് സെലക്ട് ചെയ്യാറുള്ളത്. എൻ്റെ പേരൻസ് ആണെങ്കിലും അങ്ങനെ ചെയ്യാറുള്ളത്. കാരണം എനിക്ക് ഭയങ്കര പെർട്ടിക്കുലറായിട്ട് എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. അത് വിട്ട് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ആ ഗിഫ്റ്റ് വരുമ്പോൾ അയ്യോ എനിക്കിതൊന്നും ഇഷ്ടമായില്ല, ഒന്നും കൊണ്ടുപോകും, അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ഞാനത് ഉപയോഗിക്കില്ല, അതെൻ്റെ ഫ്രണ്ട്സിന് നോട്ടീസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഇതൊരു സോഫ്റ്റ് ടോയ് ആണ്. എൻ്റെ ഫേവറേറ്റ് ആനിമൽ ഇൻ ദ ഹോൾ വേൾഡ് റാബിറ്റ്സ് ആണ്. റാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. എനിക്ക് പണ്ട് കുറേ പെറ്റ്സ് ഉണ്ടായിരുന്നു റാബിറ്റ്സ്, പക്ഷേ എല്ലാ റാബിറ്റ്സും മരിച്ചുപോയി. സോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറും പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് കളറാണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഐ ലൈക്ക് പിങ്ക് കളർ. സോ ഇവനെനിക്ക് തന്നതാണ്. താങ്ക് യു സാഹിൽ.